ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള സേവ് ദ ഡേറ്റ് വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അലൈറ്റ് മോഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രീസെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2 പ്രീസെറ്റ് ലിങ്ക് ഉണ്ട്, രണ്ടും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ പ്രീസെറ്റ് വേണ്ടവർ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ പാസ്വേഡ് ഞാൻ 2 ഡിജിറ്റ് വീതം 3 ടൈംസ് ആയിട്ട് ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പാസ്വേഡ് വേണ്ടവർ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഈ പേജിൽ ഇവിടെ പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വീഡിയോന്ന് കിട്ടിയ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അത് നേരെ നമ്മുടെ അലൈറ്റ് മോഷനിലേക്ക് ലോഡാവും. അവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അലൈറ്റ് മോഷനിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഡിറ്റിംഗ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും കൂടി കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യുക, ഇതിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 1 സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 2 പ്രീസെറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെ പാസ്വേഡ് സെയിം ആണ് കേട്ടോ. അതെന്നോട് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2 പ്രീസെറ്റ് യൂസ് ചെയ്തിട്ടും ഓരോ വീഡിയോ വീതം ഉണ്ടാക്കും. അത് 15 to 14 സെക്കൻഡുള്ള 2 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. ആ 2 വീഡിയോയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ വീഡിയോ ആക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രീസെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം സെക്കൻഡ് പ്രീസെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത വീഡിയോ ആഡ് ചെയ്യുക. എന്നിട്ട് 2 കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ വീഡിയോ ആക്കി മാറ്റാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പ്രീസെറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഏതാദ്യം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇപ്പോൾ അവിടെ 2 ലെയർ കാണണം. അതിൽ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. കലണ്ടർ എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് ആണ്. അതിൽ കലണ്ടർ എന്ന് പറയുന്ന ഒന്നുകൂടി ഒരു ലെയർ കാണും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഞാനവിടെ കൊടുത്തിരിക്കുന്നത് ജാനുവരീൻ്റെ കലണ്ടറാണ്. 2023 കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എപ്പോഴാണോ മാരേജ്, അപ്പോൾ ആ ഒരു മാസത്തിൻ്റെ കലണ്ടർ നിങ്ങൾക്ക് അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കളർ ആൻഡ് ഫില്ല് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ഒരു PNG ഇമേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ എവിടെയാണോ ആ ഒരു ഇമേജ് ഇരിക്കുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. PNG ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ റീപ്ലേസ് ആയി വന്നിരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് പോവാം. മന്ത് ആൻഡ് ഇയർ എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് നിങ്ങളുടെ ഏത് മാസമാണോ ആ മാസവും ആ ഇയറും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും അവിടെ എക്സ്ട്രാ ഒന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഞാനിവിടെ കൊടുത്ത ജാനുവരിക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് മാസമാണോ കല്യാണം അപ്പോൾ അതൊന്നും അവിടെ റീപ്ലേസ് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ ബ്രൈഡ് ആൻഡ് ഗ്രൂം അങ്ങനെ ഓരോ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് മാറ്റി കൊടുക്കുക. പേര് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹേർട്ട് ഷേപ്പിൽ എൻ്റെ ഡേറ്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജാനുവരി 22 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 22-ന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ 18-ഓ 16-ഓ അങ്ങനെ ഏതെങ്കിലും ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. എന്നിട്ട് ആ ഒരു ഹേർട്ട് ഷേപ്പ് നിങ്ങളുടെ ഡേറ്റിനനുസരിച്ചിട്ട് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബാക്ക് വന്നിട്ട് ഗ്രൂപ്പ് 2 ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് 2ൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക. അപ്പോൾ അവിടെ നമുക്ക് ഡേറ്റും അവരുടെ ഫസ്റ്റ് ലെറ്റേഴ്സും കാണാം. അത് രണ്ടും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റും ലെറ്റേഴ്സും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വേഗം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കൺ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ക്യാമറ ഇനേബിൾ ചെയ്യുക. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് 3Dയിലുള്ള ലുക്ക് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇങ്ങനെയാണ് ഉണ്ടാവുക.
അപ്പോൾ ആദ്യത്തെ പ്രീസെറ്റ് കൂടി ഒന്ന് ഇതേപോലെ എഡിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സേവ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത പ്രീസെറ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റെപ്പൊന്നും ഞാൻ വീണ്ടും കാണിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. കഴിഞ്ഞ പ്രീസെറ്റ് പോലെ തന്നെ ഇതിലും 2 ഗ്രൂപ്പാണുള്ളത്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഗ്രൂപ്പ് 1ൽ ഞാനൊരു ടെക്സ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് അല്ലാ എന്നാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പ് 1ൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക. എന്നിട്ട് അവിടെയുള്ള ആ ഒരു ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ പണി. ഇനി നമുക്ക് ബാക്ക് വരാം. എന്നിട്ട് ഗ്രൂപ്പ് 2ൻ്റെ ലെയർ സെലക്ട് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് വരും. ബ്രൈഡിൻ്റെ ഗ്രൂമിനും നെയിം കൊടുക്കാൻ, പ്ലേസ് കൊടുക്കാൻ, ടൈം, അതേപോലെ ഡേറ്റൊക്കെ കൊടുക്കാൻ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓരോ കറസ്പോണ്ടിങ് ലെയേഴ്സ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്നും വലിയ പണിയില്ല. ഞാൻ കഴിഞ്ഞ പ്രീസെറ്റിൻ്റെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് സേവ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച 2 വീഡിയോസ് കൂടി ഒറ്റ വീഡിയോസ് ആക്കണം. അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച 2 വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രീസെറ്റിൽ നിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീസെറ്റ് ഉണ്ടാവും, അതിൻ്റെത് ഫസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോ ആഡ് ചെയ്യുക. എന്നിട്ട് 2 കൂടി ആഡ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷോട്ടിലൊക്കെ ചെയ്തെടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ ട്രാൻസിഷൻ എഫക്റ്റൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി ലുക്കാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.